എങ്ങനെയാണ് ഒരു മനുഷ്യന് 74 കമ്പനി? US വിർജിൻ അറ്റ്ലാന്റിക് ഗ്രൂപ്പിൻ്റെ റിച്ചാർഡ് ബ്രാൻസൺ നമ്മൾ നോക്കിയാൽ ആസ് പെർ ഡാറ്റ പറയുന്നത് 400+ കമ്പനീസ് ക്രിയേറ്റ് ചെയ്തു. 400 കമ്പനി. അപ്പോൾ ഒരു അമേരിക്കക്കാരന് 400 കമ്പനികളാണെങ്കിൽ ഒരു മലയാളിക്ക് 74 ആകുമ്പോൾ എന്തിനും അത്ഭുതപ്പെടാനിരിക്കുന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പ്രശ്നം വരുന്നു, അതിന് സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു, പ്രോബ്ലത്തിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. സംരംഭം തുടങ്ങി ആദ്യം കള്ളവണ്ടി കയറി ഞങ്ങളെ കാണാൻ വേണ്ടി ഷോപ്രീസിൽ വരുന്ന കാലഘട്ടം തൊട്ടുള്ള ഒരു പരിചയമാണ്. നിങ്ങളെ ഞാൻ കണ്ടേക്കണം എപ്പോഴും ജാസിലോ മാരുതിയിലോ. ശരിക്കും രണ്ട് കാര്യങ്ങൾ ലൈഫിൽ എനിക്ക് തോന്നുന്നു. ഒന്ന് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നവർ, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്നേക്ക് 600 കോടിയാണ് ടേൺ ഓവർ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നേക്ക് 2000 കോടിക്ക് മുകളിൽ ടേൺ ഓവറായി. അന്നത്തെ നിന്ന് ഒരുപാട് കമ്പനികൾ സൃഷ്ടിച്ചു, ഒരുപാട് അധികം രാജ്യങ്ങളിലേക്ക് വളർന്നു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു അഭിമാനമായിട്ട് തന്നെ മാറി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 9 രാജ്യങ്ങളിലായി 74 കമ്പനികൾ, 14 രാജ്യങ്ങളിലായി 4000-ലേറെ ജീവനക്കാർ. ഒരു സോഷ്യൽ ആൻഡ് സീരിയൽ ഓൺട്രപ്രണറുടെ കഥ പറയുകയാണ് ഇന്നിവിടെ. സ്പാർക്കിൻ്റെ വേദിക്ക് വളരെ സുപരിചിതനാണ് ഇദ്ദേഹം. ഒരിക്കൽ കൂടെ സ്പാർക്കിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. സ്പാർക്കിൻ്റെ വേദിയിലേക്ക്. സ്പാർക്കിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സമയത്ത് സ്പാർക്കിലേക്ക് വരികയും സംരംഭത്തെ സംബന്ധിച്ചും വളരെ നിർണായകമായ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് മദനിക. നമ്മൾ തമ്മിൽ വളരെ ഒരു ആത്മബന്ധത്തിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് പലരും മദനിക്കനെ അറിയുന്നത് ABC ചെയർമാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. പക്ഷെ അതിനെല്ലാം ഉപരി 74 കമ്പനികളുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന് 74 കമ്പനി ആരംഭിക്കുക? അതെങ്ങനെയാണ് പ്രായോഗികമാകുക? കാരണം ഇവിടെ പലർക്കും പറ്റാത്തൊരു കാര്യമാണ്. US വിർജിൻ അറ്റ്ലാന്റിക് ഗ്രൂപ്പിൻ്റെ റിച്ചാർഡ് ബ്രാൻസൺ നമ്മൾ നോക്കിയാൽ ആസ് പെർ ഡാറ്റ പറയുന്നത് 400+ കമ്പനീസ് ക്രിയേറ്റ് ചെയ്തു. 400 കമ്പനി. അപ്പോൾ ഒരു അമേരിക്കക്കാരന് 400 കമ്പനികളാണെങ്കിൽ ഒരു മലയാളിക്ക് 74 ആകുമ്പോൾ എന്തിനും അത്ഭുതപ്പെടാനിരിക്കുന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. തിരിച്ചാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് സോഷ്യൽ ആൻഡ് സീരിയൽ ഓൺട്രപ്രീനർഷിപ്പാണ് ബേസ്. ശരിക്കും അതങ്ങനെ വെച്ചാൽ ഞാൻ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ ബിസിനസ്സിലേക്ക് വന്ന ആളാണ്. പിന്നീട് തിരിച്ചറിവുകളിലൂടെയാണല്ലോ ബിസിനസ്സിൻ്റെ യാത്ര തുടങ്ങുന്നത്. അപ്പം സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിലൂടെയാണ് എൻ്റെ തുടക്കം. അത് ഓഫ് കോഴ്സ് നമ്മൾ മുമ്പ് സ്പാർക്കിൽ ഒരുപാട് സംസാരിച്ചതാണ്. പിന്നീട് കമ്പനികളായി, അതുപോലെ തന്നെ വേറെ ഡിവിഷനുകളായി. അത് ബാക്ക്വേർഡും ഫോർവേഡ് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായി. അത് പിന്നീട് രാജ്യാതിർത്തികൾ പിന്നിട്ട് പോയി. അത് പിന്നീട് പിന്നെ റീറ്റെയിലർ എന്ന രീതിയിൽ നിന്നും പിന്നീട് ഹോൾസെയിലിലേക്കും ഡിസ്ട്രിബ്യൂഷനിലേക്കും ഇമ്പോർട്ടിലേക്കും എക്സ്പോർട്ടിലേക്കും ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഓരോ ഏരിയനെയും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട്, ഇന്ന് സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടമാണല്ലോ, സെപ്പറേറ്റ് ടീമിനെ ബിൽഡ് ചെയ്യാനും ആ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു കാരണം വെച്ചാൽ ഇത് പിന്നെ ഐ ആം വർക്കിംഗ് ലാസ്റ്റ് 31 years ഇൻ ടു ദ ബിസിനസ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ഷോർട്ട് സ്റ്റോറി. വി വാണ്ട് ടു മേക്ക് എൻ എപ്പിക്. അപ്പോൾ അങ്ങനെ എപ്പിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി, ബിക്കോസ് പല രാജ്യങ്ങളിൽ പല സെക്ടറുകളിലായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലൈക്ക് എ സോളാർ എക്കോസിസ്റ്റം വർക്കിംഗ്. അങ്ങനെ ആ രീതിയിലാണ് ഈ ഒരു ഓൺട്രപ്രീനർ ജേണി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ആൻഡ് സീരിയൽ ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിലൂടെ പിന്നീട് എൻ്റെ തിരിച്ചറിവ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ബിസിനസ്സിലോട്ടേക്ക് വരുമ്പോൾ പിന്നെ ഞാനും എൻ്റെ മാതാപിതാക്കളും അല്ലെങ്കിൽ എൻ്റെ കുടുംബവും എൻ്റെ പിന്നെ അങ്ങനെ അത് പിന്നീട് അതിൻ്റെ ഫ്രെയിം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറയുക എന്താണ് സോഷ്യൽ ആൻഡ് സീരിയൽ ഓൺട്രപ്രീനർഷിപ്പ് എന്ന് എന്നോട് ചോദിച്ചാൽ, സൊസൈറ്റിക്ക് ബെനിഫിഷ്യഡ് ആയിക്കൊണ്ട് അത് ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓൺട്രപ്രീനർഷിപ്പിനെ സോഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട് അത് രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്ന ഒരു ലാർജസ്റ്റ് ഓൺട്രപ്രീനർ പിന്നെ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ശരി, ഇതിലൊരു വാക്ക് പറഞ്ഞു, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ. അതെ, കാരണം 74 കമ്പനികൾ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ 74 കമ്പനികൾ ഈ ഒരു കാര്യത്തിൽ മെർജ് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ എൻ്റെ ബിസിനസ് സംരംഭം കടന്നു വരുന്നത് ഒരു റീറ്റെയിൽ റൈറ്റാണ്. ശരിക്കും റീറ്റെയിൽ റൈറ്റാണ്. അത് പിന്നീട് റീറ്റെയിലിന് വേണ്ടിയിട്ട് നമ്മളൊരു പിന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പൂർണ്ണമായി ഡിസ്ട്രിബ്യൂഷനിലും ഹോൾസെയിലും അധിഷ്ഠിതമായിക്കൊണ്ട് സെപ്പറേറ്റ് കമ്പനി ഉണ്ടാക്കി, അതിനൊരു ടീമിനെ ബിൽഡ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ പിന്നെ എക്സ്പോർട്ടിനെ ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ടിൻ്റെ പിന്നെ ബിസിനസ് മോഡലേ ഡിഫറെൻ്റ് ആണ്. കാറ്റഗറി സെയിം ബിസിനസ് ആണെങ്കിലും എക്സ്പോർട്ടിന് വേറെ
വേറൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് കാരണം നമ്മൾ എക്സ്പോർട്ട് ഓഫീസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഗുജറാത്തിലാണ് ശരിക്കും, ഗുജറാത്തിലാണ്. അപ്പം നമ്മൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് നമ്മുടെ സെക്ടറിലെ എക്സ്പോർട്ടർമാരിൽ ഒരാളാണ്. ആദ്യത്തെ 24ാമത്തെ പൊസിഷനിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ 24ാമത്തെ പൊസിഷനിലാണ്. അത് ഏകദേശം നമ്മൾ 30ഓളം രാജ്യങ്ങളിൽ നമുക്ക് എക്സ്പോർട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അങ്ങനെ വന്ന സമയത്ത് ഗ്ലോബലി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് പിന്നെ വലിയൊരു ഏരിയ ആണെന്നും ഒരു ബോട്ടിൽ നെക്കുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് രംഗത്തേക്ക് കടന്നു വന്നു, ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ രംഗത്തേക്ക് കടന്നു. ഇതൊക്കെ ഈ പ്രശ്നം വരുന്നു, അതിന് സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു, പ്രോബ്ലത്തിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അത് ഞാൻ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു സെക്ടർ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ എനിക്ക് ഹൗസ് ഹോൾഡ് ബിസിനസ് ആയിരുന്നു. അതിൽ നിന്നുള്ള ഇൻസ്പിറേഷനും നോളജും എടുത്തിട്ടാണ് ഷോപ്രിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നോർത്ത് മലബാറിലുടനീളമുള്ള ഔട്ട്ലെറ്റുകളാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി FMCG റിറ്റെയിൽ രംഗത്തേക്ക് തന്നെയാണ് അത് പിന്നെയും വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിലോട്ടേക്ക് കടന്നു വന്നു. അപ്പോൾ ഓരോ സാധനങ്ങളും എന്താ വെച്ചാൽ എന്താ പറയുക ഇതുമായിട്ട് ബന്ധം. ഇപ്പോൾ അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് ഒരു ഫോം ചെയ്തിട്ട് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് നമ്മൾ ആദ്യം നോർത്ത് മലബാറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ. അത് വ്യക്തിഗതമായിട്ടാണ് അത് ഒരു ഗ്രൂപ്പ് കമ്പനി തന്നെയാണ്. സെപ്പറേറ്റ് പ്രൈവറ്റ് പാർക്കാണ്, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കാണ്. അതിൽ നമ്മൾ ആദ്യത്തെ ഏറ്റവും വലിയ കേരളത്തിൽ തന്നെ ലാർജസ്റ്റ് കോക്കനട്ട് പ്രോസസ്സിംഗ് പ്ലാന്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിലൊരു ഏകദേശം 50,000 കോക്കനട്ട് ഷെൽ പെർ ഡേ പ്രോസസ് ചെയ്യാനുള്ള. കാരണം എൻ്റെ നാടിൻ്റെ കോക്കനട്ട് ഏറ്റവും മികച്ചതാണ്. കാരണം കേരളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നാടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നാടിൻ്റെ നമ്മൾ അത് സെലക്ട് ചെയ്യേണ്ട കാരണം എന്ന് പറയുന്നത് 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ് എന്നൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂർ ജില്ലയുടെ പ്രോഡക്റ്റ് ശരിക്കും കോക്കനട്ടാണ് ശരിക്കും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് പ്രോസസ്സിംഗ് രംഗത്ത് കോക്കനട്ട് ചൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഫസ്റ്റ് പ്രോജക്റ്റ് ചെയ്തത്. പക്ഷെ അത് വളർച്ചയുടെ പാതയിലാണ് ശരിക്കും. അപ്പോൾ അതിലൊക്കെ തന്നെ എൻ്റെ പല കമ്പനികളും ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ്, ഇന്ന് എൻ്റെ നാടിനും എൻ്റെ രാജ്യത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നാടിനും രാജ്യത്തിനും വേണ്ടിയിട്ടാണ്. അത്ര കമ്പനികൾ ഇന്ന് കേരളത്തിലുണ്ട്. പുറത്തെ കമ്പനികളുടെ കാര്യം പോട്ടെ, കേരളത്തിൽ എത്ര കമ്പനികൾ ഓൺ ചെയ്യുന്നുണ്ട്? മോർ ദാൻ 20+ കമ്പനീസ് ഡിഫറെൻറ്റ് സെക്ടർ കേരളത്തിൽ മാത്രം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മാർക്കറ്റാണ്. ഇന്ത്യ ഒട്ടാകെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി, ഗ്ലോബലി കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യ ഒട്ടാകെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയാണ് കച്ചവടം ചെയ്ത് പഠിച്ചാൽ ലോകം മുഴുവൻ പോകാൻ പറ്റും. ഇവിടുത്തെ ഉപഭോക്താക്കൾ അത്രയും സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു ഉപഭോക്താക്കളുടെ പ്രശ്നം, ഗുണം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വി ആർ കമ്മിങ് ഫ്രം കേരള. അപ്പോൾ കേരള എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് കൺസ്യൂമർ സ്റ്റേറ്റുകളിൽ ഒന്നാണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ കൺസ്യൂമർ സ്റ്റേറ്റിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ കൺസ്യൂമർ മേഖലയിൽ എടുത്ത് കഴിഞ്ഞാൽ ഒരു 20-25 വർഷം മുമ്പ് നമ്മൾ സാധാരണ ഗോൾഡ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ കണ്ടത് എന്താ പറയുക ഭീംജി സാവേരി അല്ലെങ്കിൽ അങ്ങനെ വിലകീർത്തി ലാബ്സ് എന്നൊക്കെ പറഞ്ഞ നാഷണൽ കമ്പനികളെ നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ന് നമ്മൾ അഭിമാനപൂർവ്വം നമുക്ക് പറയാം എന്താ വെച്ചാൽ നമ്മൾ ലോകത്ത് എവിടെ പോകുന്ന സമയത്തും പല രാജ്യങ്ങളിൽ പോകുന്ന സമയത്തും നമ്മൾ കല്യാണും അതേപോലെ തന്നെ മലബാർ ഗോൾഡും പോലത്തെ ജോയ് ആലുക്കാസും പോലത്തെ ആൾക്കാർ നമ്മൾ ഗോൾഡ് റീറ്റെയിൽ കൈയടക്കി കഴിഞ്ഞു. അപ്പോൾ അത് ശരിക്കും പറയുക അത് ശരിക്കും നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് പാർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കൺസ്യൂമർ ഹാപ്പിനെസ്സും കസ്റ്റമർ സെൻട്രിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് കേരളത്തിൽ. എസ്പെഷ്യലി ലിറ്ററസി റേറ്റ് ഹതിയായതുകൊണ്ട് തന്നെ മലയാളികളെ തൃപ്തിപ്പെടുത്താൻ ഒരു വലിയൊരു ടാസ്ക്കാണ് ശരിക്കും. ആ ടാസ്ക് നമ്മളെ പോലത്തെ റീറ്റെയിലേഴ്സ് എസ്പെഷ്യലി ലീഡിംഗ് ആയിട്ടുള്ള പല റീറ്റെയിലേഴ്സും ഏറ്റെടുത്ത് വന്നപ്പോൾ ലോകത്തുള്ള കൺസ്യൂമറെ തൃപ്തിപ്പെടുത്താവുന്ന രൂപത്തിലുള്ള ഒരു എക്കോ സിസ്റ്റത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം EMI അല്ലേ നിൽക്കുന്നത്? അതിൽ വേറൊരു ആംഗിൾ ഇപ്പം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് അഡ്വാൻസ് സ്പെൻഡിങ് മെത്തേഡിലേക്ക് മാർക്കറ്റ് വന്നു. അഡ്വാൻസ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ മുമ്പൊക്കെ എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ, ഞാനൊരു 10-30 വർഷം മുമ്പൊക്കെ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഡിസിഷൻ മേക്കേഴ്സ് ആരായിരുന്നു എന്ന് വെച്ചാൽ കാരണന്മാരും ഗ്രാൻഡ് പാരൻസും പാരൻസൊക്കെ വന്നിട്ടാണ്. ഞാൻ ഐ ആം ടോക്കിംഗ് 30 years ബാക്ക്, ഒരു 30-25 years ബാക്ക് ഒക്കെ ഡിസിഷൻ മേക്കേഴ്സ് ശരിക്കും. ഇന്ന് 2010 വരെയൊക്കെ അങ്ങനെ തന്നെ ആണെന്ന് പറയാം. അതെ. അപ്പോൾ തിരിച്ച് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാം തന്നെ EMI ട്രാപ്പിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. EMI ട്രാപ്പാണ്. കാരണം EMI ട്രാപ്പ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാം തന്നെ ഇപ്പോൾ മൊബൈൽ വാങ്ങിക്കാൻ EMI അടക്കാൻ EMI ആണ്, EMI അടക്കാൻ EMI. അപ്പോൾ എല്ലാം തന്നെ അപ്പോൾ അത് ഒരു പരിധി വരെ അഡ്വാൻസ് സ്പെൻഡിങ് കൾച്ചർ കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ EMI ട്രാപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫ്രസ്ട്രേറ്റഡ് വിപണി
ഉണ്ടാകുന്നു. കാരണം വെച്ചാൽ പലരും എന്താ വെച്ചാൽ വാഹനമായാലും എഡ്യൂക്കേഷൻ ആയാലും ഈവൻ ചെറിയ ചെറിയ ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങളിൽ പോലും പിന്നെ നമുക്കറിയാലോ പല കമ്പനീസും. അപ്പോൾ ഈ EMI ട്രാപ്പ് ശരിക്കും പറയുന്നത് വെച്ചാൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു വിഭാഗം ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ടെന്നും ഈ അഡ്വാൻസ് സ്പെൻഡിങ് കൾച്ചർ പിന്നീട് അവനക്ക് വേറൊരു നീഡിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്കും മാർക്കറ്റിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എല്ലാം സിബിൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടാവാം. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്ന് വെച്ചാൽ ഇതൊരു ട്രാപ്പായിട്ടാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനൊരു ബിസിനസ് മേഖലയിലാണ്. ബിസിനസ് മേഖലയിൽ പല റീറ്റെയിൽ ബ്രാൻഡുകളോട് വർക്ക് ചെയ്യുന്നുണ്ട്. പല മൊബൈൽ റീറ്റെയിലേഴ്സോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ റീറ്റെയിലേഴ്സോ ഒക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ തന്നെ ഫിനാൻസ് സ്കീമിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് ഏതറ്റം വരെ ഇത് പോകും. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മാർക്കറ്റിൽ ശരിക്ക് കൺസ്യൂമേഴ്സിന് വാങ്ങാനുള്ള ബൈങ് പവർ പോലും കുറഞ്ഞു പോകുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫിനാൻസ് കമ്പനികളിലേക്കുള്ള ഒരു ഒഴുക്കാണ്, ലിക്വിഡിറ്റി ഫിനാൻസ് കമ്പനിയിലേക്ക് പോകുന്നു. ഈവൻ ബാങ്ക് ഈസ് ഗെറ്റിംഗ് മോർ റിച്ചർ ആൻഡ് പീപ്പിൾ ഈസ് മോർ പുവർ നൗ എന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. റിപ്പോ റേറ്റ് പോലും ശരിക്ക് ഇന്ത്യയിലെ ബാങ്കിങ് ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് കുറച്ച് ഇയേഴ്സിൻ്റെ എടുത്തു കഴിഞ്ഞാൽ റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റ് 2.5% ഡിഫറൻസ് ആണ്. കമ്പനികളും അതേപോലെ തന്നെ SMEസിനും പോലും പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബാങ്കിങ് റേറ്റിലേക്ക് ബാങ്കിങ് മേഖല വന്നു. അതുപോലെ തന്നെ കൺസ്യൂമർ ഫിനാൻസിലൂടെ കൺസ്യൂമേഴ്സും ട്രാപ്പിലായി. അപ്പോൾ ബാങ്കുകൾ റിച്ചർ ആയിക്കൊണ്ടിരിക്കുന്നു, കമ്പനീസോ അല്ലെങ്കിൽ പീപ്പിളോ സൊസൈറ്റിയോ പൂറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ആഗോളമായിട്ടാണ് അല്ലെ ഇന്ത്യയിലെ ഒട്ടാകെയുള്ള കച്ചവടത്തെ ബാധിക്കുന്നുണ്ട്. എൻ്റെ ഇന്ത്യയിൽ ഒരു പരിധി വരെ അത് ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നു എന്നാണ് എന്നെ മനസ്സിലാക്കുന്നത്. അടുത്ത 10 വർഷത്തിൽ അത് ബാധിച്ചേക്കാം. അത് അതിന് അത്ര വലിയ വർഷങ്ങളൊന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാരണം കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. കാരണം രൂപയുടെ മൂല്യം, ഈ മൂല്യം എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഏറ്റവും കൂടുതൽ താങ്കൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ്. ഇന്ത്യയുടെ മൂല്യം, രൂപയുടെ മൂല്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തി, എന്താ ഇതിനെക്കുറിച്ച് പറയാനാണ്? ശരിക്ക് അത് വളരെ, കാരണം ഞാൻ എൻ്റെ ബിസിനസ്സിലോട്ട് കടന്നു വരുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് 42 റുപ്പീസുള്ള കാലഘട്ടമാണ്. ഞാൻ 42 രൂപക്കൊക്കെ ഇമ്പോർട്ടേഷൻ നടത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു അറിവാണ് എക്സ്പോർട്ടാണ് നല്ലതെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് എന്തുകൊണ്ട് ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എക്സ്പോർട്ട് വിപണിയിലുണ്ട്, ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിലുണ്ട്, 9 രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇത് ഒരു നെസസിറ്റി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇന്ത്യൻ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് എനിക്ക് എന്താ അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, കറൻസി ഫ്ലക്സേഷൻ അല്ലെങ്കിൽ കറൻസിൻ്റെ അപ്രിസിയേഷൻ ആയിക്കോട്ടെ ഡിപ്രിസിയേഷൻ ആയിക്കോട്ടെ, അത് ശരിക്കും ഇന്ത്യൻ പിന്നെ അക്കൗണ്ടിങ് മെത്തേഡുകളിൽ എക്സാമ്പിൾ അത് നമ്മുടെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫൈനാൻസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എനിക്ക് പറയാനുള്ളത് ശരിക്കും അത് സ്റ്റേറ്റ് ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റിയാണ്. ശരിക്കും അത് റെഗുലേറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ വാല്യൂ ഡിമിനിഷ് ചെയ്യുകയാണ്. നമ്മൾ എത്ര ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് ക്ലിയർ അല്ല, എങ്ങനെ ഡിമിനിഷ് ബിക്കോസ് ഓഫ് ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിനെ ബേസ് ചെയ്തിട്ടും US ഡോളറിനെ ബേസ് ചെയ്തിട്ടും ഗോൾഡ് റേറ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ഈസ് ഡിപ്രിഷിയേറ്റിംഗ് ഇൻ ടേംസ് ഓഫ് ഇന്ത്യൻ കറൻസി. ഒരു ഉദാഹരണം പോലെ പറയാൻ പറ്റും. നമ്മളൊരു ബിസിനസ്സിലോട്ടേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ US ഡോളർ റേറ്റ് എത്രയായിരുന്നു എന്നുള്ളത് ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഞാൻ 40-42 രൂപയുള്ള സാധനം 86 രൂപ 55 രൂപ കിടന്നു ഇപ്പോൾ ശരിക്കും പിന്നെ ഇന്ത്യൻ റുപ്പി ഡബിളായി. അപ്പോൾ അതേസമയം തിരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതേ സാധനത്തിനെ നമ്മൾ പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് കറൻസി ഇപ്പം ഞാൻ പറയുന്നത് അടുത്ത ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സിനുള്ളിൽ ഇന്ത്യൻ റുപ്പി ഈസ് ബിക്കം എഗെയിൻസ്റ്റ് ദ ഡോളർ 100 കിടക്കും എന്നാണ് ഞാൻ പറയുന്നത്. 100 കിടക്കും അതിൽ. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ഇൻഡസ്ട്രീസിനാ, നമ്മുടെ ബൈങ് പവറിനാ, നമ്മുടെ നെറ്റ്വർത്തിനാ ഒക്കെ തന്നെ ഇവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ, നമ്മുടെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ഇൻകം ടാക്സ് പിന്നെയും അടക്കുകയാണ് ശരിക്കും. ആക്ച്വലി പല കമ്പനിയും ലാഭത്തിലല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാപിറ്റലായിട്ട് വെച്ച് നോക്കിയാൽ കുറഞ്ഞു പോയേക്കുവാണ്. കാരണം പക്ഷെ അത് ഒരിക്കലും തന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് പ്രാക്ടീസിൽ ഈ ഡിപ്രീസിയേഷൻ ഓഫ് കറൻസി വാല്യൂവിനെ അക്കൗണ്ട് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് ഇവിടുത്തെ ആസ് പെർ അക്കൗണ്ടിങ് നോംസിൽ ഇല്ല എന്നുള്ളതാണ്. അത് ശരിക്കും സ്റ്റേറ്റിൻ്റെയും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇറ്റ് ഈസ് നോട്ട് എ പീപ്പിൾ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഈസ് എ ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ കറൻസി ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ എക്സ്പെൻസ് ആയിട്ട് ഇൻകം ടാക്സ്, കാരണം നമ്മൾ വെച്ചാൽ 1 കോടി രൂപ ലാഭം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ 30 ലക്ഷം രൂപ ടാക്സ് അടക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാപിറ്റലിന്റെ ഡിപ്രിസിയേഷൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ലാഭം ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കറക്റ്റായിട്ട് നോക്കിയാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇക്കാനെ എപ്പോൾ കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളൊരു ബ്രാൻഡാണ്. എന്നോട് പറയാറുണ്ട് ഖത്തറിലൊക്കെ വലിയ വിഷയങ്ങളുണ്ടാകുന്നു, 2 പ്രളയത്തെ നേരിടുന്നുണ്ട്, ഫിനാൻഷ്യൽ ക്രഞ്ച് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരുപാട് വിഷയങ്ങളെ നേരിട്ടിട്ട്
പോകുന്ന ഒരാളാണ്. എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഭയങ്കര ശക്തനാകും, എനിക്ക് ശക്തി കൂടും. അതിന് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിനാരിയോ എന്ന് പറഞ്ഞിട്ട് എന്നോട് തന്നെ നമ്മൾ കോവിഡ് കഴിഞ്ഞ സമയത്തൊന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിജീവിക്കുമ്പോൾ? കുറച്ച് ഉദാഹരണങ്ങളും പറയാനുണ്ടെന്ന് എനിക്കറിയാം. എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഒരു സംരംഭകൻ? ഏറ്റവും വലിയൊരു പ്രശ്നത്തെ അവൻ നേരിടുകയാണ്. ശരിക്കും എൻ്റെ ഒരു ഇതുവരെയുള്ള അനുഭവ സമ്പത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ശരിക്കും. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെയും നമ്മുടെ നോളജിൻ്റെയും നമ്മുടെ എത്രമാത്രം നമ്മുടെ ഒരു ബിസിനസ്സിലൊക്കെ നമ്മൾ ഇൻഡൽജ് ചെയ്യുന്നു എന്നുള്ളതൊരു സബ്ജക്റ്റാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ വിസ്ഡം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എപ്പോഴും എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇമ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഈ കറൻസി ഡിപ്രിസിയേഷന്, കറൻസി ഡീവാലുവേഷൻ വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇമ്പോർട്ട് എന്നെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു റേറ്റ് ഫിക്സ് ചെയ്യുകയും ഇമ്പോർട്ട് ആരംഭിക്കുകയും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ പറയുന്നത് 2007-8 പീരീഡിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു. ഒന്നെന്ന് പറയുന്നത് ഒന്ന് കറൻസി കാരണം ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലെസ് ദാൻ 50 റുപ്പീസേ $US പിന്നീട് അത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ മാർക്കറ്റിലെ പ്രൈസ് ഫിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ ഇമ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ ആദ്യം ലാഭം ഉണ്ടാക്കിയ കമ്പനി, ആദ്യത്തെ വർഷങ്ങളിൽ ലാഭം ഉണ്ടാക്കിയ കമ്പനി പിന്നീട് മാർക്കറ്റിൽ പ്രൈസ് വർദ്ധിപ്പിക്കാനും പറ്റില്ല, ബിസിനസ് എനിക്ക് നിർത്താനും പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ എൻ്റെ ബൈങ് കോസ്റ്റ് കൂടിക്കൊണ്ടിരുന്നു. കാരണം ഇത് ബിസിനസ് നിർത്തുമ്പോൾ എൻ്റെ ബിസിനസ് എക്കോസിസ്റ്റം മൊത്തം ഇതാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഉൾപ്പെടെ ഇപ്പോൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ ലോസായി മാറുകയും പിന്നീട് അന്നാണ് എൻ്റെ തിരിച്ചറിവുണ്ടാകുന്നത്. ബിഫോർ ഐ ആം ടോക്കിംഗ് ഇറ്റ്സ് ഓൾ അബൌട്ട് 2010 പീരീഡിനുള്ളിലുള്ള കാലമാണ്. അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്ത് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എക്സ്പോർട്ടാണ്. പക്ഷേ അതിൽ നിന്നുള്ളൊരു പാഠമാണ് ഇന്ന് നമ്മൾ വൺ ഓഫ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ എന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് വരുന്നതിൻ്റെ കാരണം. ഫസ്റ്റ് പ്രശ്നം ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വി ആർ വർക്കിംഗ് ഇൻ ആഫ്രിക്ക. ആക്ച്വലി ആഫ്രിക്കയിൽ പക്ഷേ ഇത് പ്രാക്ടിക്കൽ ലെവലിൽ ഞാൻ പറയുന്നത്, പ്രാക്ടിക്കൽ വിസിറ്റം എന്താ വെച്ചാൽ ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ചലഞ്ച് എന്താ വെച്ചാൽ, ഒന്ന് അവിടെയും കറൻസി ഫ്ലക്ച്വേഷൻ എഫക്റ്റ് ചെയ്യും. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ എന്താ വെച്ചാൽ കറൻസി ഫ്ലെഡ്ജ്ഡാണ് $US ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ അതാണ് ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ലോക്കൽ കറൻസിയിൽ ആണ് നമ്മൾ ആഫ്രിക്കയിൽ എല്ലാ കൺട്രിയിലും ട്രേഡ് ചെയ്യുക. അപ്പോൾ ഈ ലോക്കൽ കറൻസി വന്നിട്ട് നമ്മൾ ലോക്കൽ കറൻസി അക്കൗണ്ട് സെപ്പറേറ്റും ഈ പറയുന്ന $US അക്കൗണ്ട് സെപ്പറേറ്റും ആയിരിക്കും ഈ ആഫ്രിക്കയിൽ. ഈ പൊതുവേ എന്ന് വെച്ചാൽ ആഫ്രിക്കൻ ബാങ്കുകളിൽ നിന്ന് $US കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ജോബാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ 5 കൺട്രികളിൽ ഓൾമോസ്റ്റ് നമ്മൾ ഓപ്പറേഷനലൈസ് ചെയ്തു ഇവിടെ ആഫ്രിക്കയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ സംബന്ധിച്ചിട്ട് ഈ കറൻസി ഫ്ലക്ച്വേഷൻ അവിടെ ഒരു കോസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ലോക്കൽ കറൻസി എപ്പോഴും നമ്മൾ അക്കൗണ്ടിൽ ഇങ്ങനെ നമ്മൾ വിൽപ്പന നടക്കുന്നത് ലോക്കൽ കറൻസിയിലാണ്. അപ്പോൾ ഡോളർ വരുന്നത് വരെ ഈ ലോക്കൽ കറൻസി അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും. ഈ വാല്യൂ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഹ്യൂജ് കോസ്റ്റ് ഉണ്ടാവും, നമുക്ക് വലിയൊരു റിസ്ക് ഉണ്ടാവും അവിടെ. അപ്പോൾ ആ ഒരു ചലഞ്ച് വന്നപ്പോൾ ഇതിനെങ്ങനെ മറികടക്കുന്നതായി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൻ്റെ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്താണെന്നും ഒരു പ്രോബ്ലത്തിന് എന്താ സൊല്യൂഷൻ എന്നുള്ളതാണല്ലോ വിഷയം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ലോക്കൽ കറൻസി വരുന്ന സമയത്ത് നമുക്ക് എന്ത് എക്സ്പോർട്ട് സ്ട്രാറ്റജി അവലംബിക്കാം എന്ന കോൺസെപ്റ്റിലേക്ക്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സെയിം കമ്പനി തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നു, ലോക്കൽ കറൻസി ട്രേഡ് ചെയ്യുന്നു, ലോക്കൽ കറൻസി ഉപയോഗിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള റിസോഴ്സ് നമ്മൾ വാങ്ങിക്കുന്നു, എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് $US നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് $US ഷോർട്ടേജ് നികത്തുന്നു എന്ന മോഡലിലേക്ക് നമ്മൾ ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പുതിയൊരു മോഡൽ വരികയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എപ്പോഴും എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിനെ നമ്മൾ ഓരോരോ കമ്പനി ഉണ്ടാകുന്ന വഴിയാണ് ഈ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിനെ മറികടക്കുന്നത്. കോവിഡിന് എങ്ങനെയാണ് കവറപ്പ് ചെയ്യുന്നത്? കോവിഡ് സമയത്ത് തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നല്ല കാര്യം, ദൈവത്തോട് സ്തുതി പറയുന്നു, നമ്മൾ എല്ലാ എംപ്ലോയീസിനും നമുക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നതും എല്ലാം തന്നെ പ്രാക്ടിക്കലി നടത്താൻ പറ്റി എന്നുള്ളതാണ് ആദ്യത്തെ. അതിൽ ശരിക്കും വെച്ചാൽ കോവിഡ് സമയത്ത് എന്താ വെച്ചാൽ പൊതുവായിട്ട് ഏറ്റവും ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നമുക്ക്
ഡൊമസ്റ്റിക് വിപണിയിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്മോൾ കമ്പനീസിന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു ശരിക്കും കോവിഡ് സമയത്ത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലൊരു കൺസോൾട്ടേഷൻ പവർ കൈവരുത്താൻ അതിന് റിസോഴ്സസ് ഉള്ള ആൾക്കാർക്ക് പറ്റിയിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഉറച്ച രീതിയിലെ മാനേജ്മെൻറ്റ് എക്കോസിസ്റ്റം ഇല്ലാത്ത കമ്പനീസ് ബുദ്ധിമുട്ടിയിരുന്നു ശരിക്കും. പക്ഷേ അതേസമയം തിരിച്ച് നമ്മുടെ ബിസിനസ്സിൽ നമ്മളെന്താ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ എക്സ്പോർട്ടിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല ശരിക്കും, ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സിന് റെസ്ട്രിക്ഷൻസ് ഇല്ലായിരുന്നു കോവിഡ് സമയത്ത്, ഇല്ല. ഈവൻ കണ്ടെയ്നർ ട്രാൻസാക്ഷന് റെസ്ട്രിക്ഷൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ പല രാജ്യങ്ങളിലും അപ്പോൾ ആ സമയങ്ങളിൽ ബയേഴ്സ് പേടിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ ബയേഴ്സ് മീൻസ് അതർ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ മാനുഫാക്ചേഴ്സിനെ ബന്ധപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ ആയിട്ടുള്ള പല സാധനങ്ങളും ഇങ്ങനെ ഇൻവെൻട്രി കിടക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മേഖലയിൽ $10 സാധനം $5 തരാൻ തയ്യാറായ പല മാനുഫാക്ചേഴ്സ് ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ലിക്വിഡിറ്റി വേണമായിരുന്നു ശരിക്കും, പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ നയം. അതുകൊണ്ട് തന്നെ അതൊരു എൻകേജ് ചെയ്യാനുള്ള സാഹചര്യമായിട്ട് നമ്മൾ കണ്ടു. അത് നമ്മൾ ഒരുപാട് എക്സ്പോർട്ട് ആ സമയത്ത് നമ്മൾ ഗ്ലോബലി, കാരണം നമുക്ക് ഓൾറെഡി ഗ്ലോബൽ എക്കോസിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്ലോബലി അത് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് തന്നെ നമ്മൾ ബൈയിങ് കോസ്റ്റ് കുറഞ്ഞു ശരിക്കും അന്നേരം. ആ കാരണം നമ്മൾ പല മാനുഫാക്ചേഴ്സിനും അന്ന് അവർക്ക് കമ്പനിയുടെ ലിക്വിഡിറ്റി ക്രഞ്ചിനെ മറികടക്കണമെങ്കിൽ എക്സ്പോർട്ട് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ധാരാളം കണ്ടെയ്നറുകളുടെ മൂവ്മെൻറ്റുകൾ ആ സമയത്ത് നടത്തി. നമ്മൾ ബൈയിങ് കോസ്റ്റ് എന്തായി വളരെയധികം കുറഞ്ഞു. ഓൾമോസ്റ്റ് മോർ ദാൻ 50% കുറഞ്ഞ സമയങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പർച്ചേസിംഗ് പവർ കൂടി. അപ്പോൾ അത് കൂടാണ്ട് ട്രാൻസാക്ഷൻ കൂടിയ സമയത്ത് ഷിപ്പിംഗ് കോസ്റ്റ് ഉൾപ്പെടെ വളരെയധികം കുറഞ്ഞിരുന്നു. കാരണം ഡിമാൻഡ് എന്തായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ എല്ലാ കോസ്റ്റും കുറഞ്ഞു. അതേസമയം പല രാജ്യങ്ങളിലേക്കും ഈ ഷിപ്പിംഗ്, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലേക്ക് സാധനം പോകുന്ന സമയത്ത് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ടൈം ഉണ്ടാവുമല്ലോ. ചില സമയങ്ങളിൽ 40 ദിവസം, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ എത്താൻ വെച്ചാൽ 40-45 ദിവസം പിടിക്കും. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ ബയേഴ്സ് ഒന്നും തന്നെ വാങ്ങാൻ തയ്യാറല്ലാത്തൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലൊക്കെ ട്രാൻസിറ്റിൽ പല സാധനങ്ങളും ഇട്ടു. പല സ്ഥലത്തേക്കും സാധനങ്ങൾ എത്തുന്ന സമയത്ത് ആ മാർക്കറ്റിൽ രണ്ടാമത് കോവിഡിന് ശേഷം കുറച്ച് ട്രാൻസാക്ഷൻ ആരംഭിക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കയ്യിൽ പോലും മെറ്റീരിയൽ ഇല്ലാത്തൊരു സാഹചര്യം വരികയും കോമ്പറ്റീറ്റർ പോലും നമ്മുടെ അടുത്ത് വാങ്ങുന്ന ലെവലിലേക്ക് മാർക്കറ്റ് മറിയുന്ന അവസ്ഥ നമുക്കുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്തു, നമ്മൾ ട്രാൻസിറ്റിലിട്ടു, നമ്മൾ ഇൻവെൻട്രി ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് പ്രൈസും ഇൻക്രീസ് ചെയ്തു. കാരണം മാർക്കറ്റിൻ്റെ ഷോർട്ടേജ് വന്നു. ഇനി മേടിക്കണമെങ്കിൽ വലിയ കമ്പനികളൊക്കെ ഫണൽ ഓഫ് ചെയ്തേക്കുവാണ്. അതാണ് രണ്ടാമത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷന് എൻകേജ് ചെയ്യാൻ പല മാർക്കറ്റുകളിലും നമുക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്തത് 74 കമ്പനികളുണ്ട്. അതെ, സ്കെയിലപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ വലിയൊരു സംശയം, ഒരു ദിവസം ഒരു കമ്പനി പോയാൽ 74 ദിവസം തീർന്നു. 9 രാജ്യത്താകുമ്പോൾ അത് വീണ്ടും ഒരു 100 ദിവസം മാറി. അപ്പോൾ പ്രധാനപ്പെട്ട വർക്കിംഗ് ഡേയ്സ് മുഴുവൻ തീർന്നു. എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെപ്പോഴും വെൻ വി ലുക്ക് ഇൻ ടു ദ എപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ എങ്ങനെയാണ് മഹാഭാരതം എന്ന് ചോദിച്ചാൽ മഹാഭാരതം ഏതെങ്കിലും വ്യക്തിയിൽ അധിഷ്ഠിതമാണോ? അല്ല. അതൊരു ശരിയല്ലേ, അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കഥയാണ്, ഒരു കോംപ്ലക്സിറ്റി ഉള്ള കഥയാണ്. അതുപോലെയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. നമ്മൾ വി ആർ എ ടീം ബിൽഡിംഗ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഓരോ ബിസിനസ്സിനെയും അതിന് കൃത്യമായൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്നു, അതിലൊരു പ്രോസസ്സ് ഉണ്ടാക്കുന്നു, അതിലൊരു പ്രൊക്യൂർമെൻ്റ് ആയാലും സെയിലായാലും ഇൻവെൻട്രി ആയാലും മാനേജ്മെൻറ്റ് സിസ്റ്റം ആയാലും ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു. ആ ഒരു രാജ്യത്ത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഒരു സോഷ്യോ എക്കണോമിക്, ഹിസ്റ്റോറിക്കൽ, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ഒരു ബിസിനസ് ഡൈനാമിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുവഴി നമ്മൾ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എല്ലാ സ്ഥലത്തും നമ്മൾ എല്ലാ സ്ഥലത്തും ഫിസിക്കലി ഉണ്ടാകുക എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ അർത്ഥമില്ല. അങ്ങനെയെങ്കിൽ പല വലിയ കമ്പനികളും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ശരിക്കും വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്ട്രാറ്റജി, ഓൾ അബൌട്ട് ഡിസിഷൻ മേക്കിംഗ്, ഓൾ അബൌട്ട് മാനേജ്മെൻറ്റ് എക്കോസിസ്റ്റം, ഓൾ അബൌട്ട് അക്കൗണ്ടബിലിറ്റി. സോ ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ വി നോ വാട്ട് ഹാപ്പനിങ് ഇൻ വേർ എവർ ഇസ് വർക്കിംഗ്. ഇന്ന് ലോകം വലിയ രീതിയിൽ പുരോഗമിച്ചല്ലോ. ഇപ്പോൾ ടെക്നോളജിക്കലി ഒരുപാട് ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ മികച്ച ERPകളുണ്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ AI-യും മെഷീൻ ലേണിങ്ങും പോലത്തെ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെച്ചാൽ ആ രീതിയിലുള്ള ഡാറ്റ സയൻസ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമുക്ക് ലോകത്ത് എവിടെ നിന്നും ഒരു ഹൂൾ വേൾഡ് ഈസ് ലൈക്ക് എ വില്ലേജ് എന്ന കോൺസെപ്റ്റിൽ തോട്ട് പ്രോസസ്സിലേക്ക് ടെക്നോളജി അഡാപ്ഷനും അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ വേൾഡ് ചെറുതാണ്, ശരിക്കും ചെറുതാണ്.
അതാണ് 74 കമ്പനികൾ. എത്ര ദിവസം പോകും ഈ കമ്പനികളിലൊക്കെ? പോകാറുണ്ടോ എല്ലായിടത്തും? പല യാത്രകൾ കൂടുതലുണ്ട്. എന്തായാലും ഒരു ഓവറോൾ ഇയറിൽ മോർ ദാൻ 200 ഡേയ്സ് ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്. 200 ദിവസം ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഇനി സ്കെയിലപ്പ് ചെയ്യാനുള്ള ആൾക്കാർ, പല രാജ്യങ്ങളിൽ പോയി കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? കാരണം ഒരുപാട് രാജ്യങ്ങൾ കാണുന്ന ഒരാളാണ്, അവിടുത്തെ കച്ചവടം കാണുന്ന ഒരാളാണ്, ഗ്ലോബൽ മാർക്കറ്റ് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ആഫ്രിക്കയിലേക്ക് കുറേ പേര് പോകുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? നമ്മൾ പൊതുവേ എന്ന് വെച്ചാൽ SME സെക്ടറിലും MSME സെക്ടറിലോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ പൊതുവേ എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റത്തിൽ ശ്രദ്ധിക്കാറ് കുറവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നാഷണൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ വേറെ രാജ്യത്ത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി? ഇന്ത്യൻ മൾട്ടിനാഷണൽ ആണോ? എങ്ങനെയാണ് ഇൻകോർപ്പറേഷൻ സ്ട്രാറ്റജി? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ FEMA പോലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പോലുള്ള പല ഇതും അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു കമ്പനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയാസിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും ശക്തമായ ഒരു കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് പോകുമ്പോഴും ഏത് രാജ്യത്ത് കിടക്കാൻ ആഗ്രഹിക്കുമ്പോഴും ഒന്ന് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻകോർപ്പറേഷൻ സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മളെ ലീഗൽ ഫ്രെയിം വർക്ക് നടക്കുന്നത്, എങ്ങനെയാണ് ബിസിനസ് ആർക്കിടെക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, ബിസിനസ് ആർക്കിടെക്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള അതിൽ തന്നെ നമ്മളുള്ള രാജ്യം എന്താണ്, അതിൻ്റെ ടാക്സേഷൻ പോളിസി എന്താണ്. ഇപ്പോൾ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻറ്റ്, ഒരു എക്സാമ്പിൾ, ഒരു രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ഇന്ത്യയും അതും നമ്മൾ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻറ്റ് ഉണ്ടോ? കാരണം ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. അതേപോലെ തന്നെ നമുക്ക് പല ഘടകങ്ങളും, ഇപ്പോൾ നമ്മൾ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ എക്കോസിസ്റ്റം എന്താണ്, അവിടുത്തെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ശരിയായ ഒരു അവബോധം ഉണ്ടാവണം. കാരണം പ്രത്യേകിച്ചിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ശരിക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള കൺസൾട്ടൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുള്ള ആൾക്കാർ പോലും വളരെ കുറവാണ്. ഇല്ലയെന്നല്ല, വളരെ കുറവാണ് ശരിക്കും. ഇതിൻ്റെ ഒരു അവയർനെസ് ശരിക്കും പലപ്പോഴും പലർക്കും ഇല്ല ശരിക്കും. എപ്പോഴും എന്ന് വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിൽ പോകുന്ന സമയത്ത് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് അപ്രോച്ചിൽ പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നോംസ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ്, തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ UAE പറ്റി പറയാം. കാരണം നമുക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സ്ഥലങ്ങളൊന്നാണ്. കാരണം UAE എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ 35% ഇന്ത്യൻ പോപ്പുലേഷനാണ്. 35% ഇന്ത്യൻ പോപ്പുലേഷൻ്റെ മുകളിൽ തന്നെ നമ്മൾ നോക്കിയാൽ 65% മലയാളികളാണ്. അപ്പോൾ ഏകദേശം 2 മില്യൺ ആണ് UAE മലയാളികളുടെ അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ ഞാൻ പറയുന്നത്. അത് അത്രയും സ്പ്രെഡഡ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഇന്ത്യയും പിന്നെ UAE തമ്മിൽ പിന്നെ വളരെയധികം പിന്നെ ക്ലോസ് റിലേഷൻഷിപ്പുള്ള രാജ്യമാണ്. ഇപ്പോൾ SEPA, ഇപ്പോൾ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ SEPAയിൽ ഏതൊക്കെ വരും, എന്ത് വരും, എങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെറിയ ബിസിനസ് ആയാലും ഇതൊക്കെ, കാരണം നമ്മളിപ്പോൾ മുമ്പൊക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ മുമ്പൊക്കെ നമ്മൾ കൂടുതൽ മലയാളികൾ, പ്രത്യേകിച്ച് എൻ്റെ മലബാർ മേഖലയിലുള്ള ആൾക്കാർ കഫ്റ്റീരിയാസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിന് പോയിട്ട് നാച്ചുറലി സംഭവിച്ചു. പക്ഷേ ഇനിയിപ്പോൾ നമ്മളൊരു പിന്നെ ഒരു ഇന്ത്യൻ ഒറിജിൻ ആൾ, ഒരു ഇന്ത്യൻ ഓൺടർപ്രിനർ ഒരു മൾട്ടിനാഷണൽ ലെവലിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ നമ്മൾ വളരെ വളരെ ഡീറ്റെയിൽ ആവേണ്ടതുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശരിക്കും ഇന്ത്യയിൽ ഏറ്റവും വലിയ ഹൈ റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ ബിസിനസ്സിൽ ലോസ് ആവൽ റിസ്ക് അല്ല ഇന്ത്യയിൽ. ശരിക്കും ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് റിസ്ക് എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി, ലീഗൽ ആൻഡ് ഓഡിറ്റ് കംപ്ലയൻസ് റിസ്ക് ആണ് ശരിക്കും. കാരണം GSTൻ്റെ മുകളിലും IT-ൻ്റെ മുകളിലും ഈ FEMA പോലത്തെ റൂളിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന റിസ്ക് ആണ് ഏറ്റവും വലിയ ഹൈ റിസ്ക് എന്നാണ് എൻ്റെ പേഴ്സണൽ ഏറ്റവും വലിയ റിസ്ക് അതാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ പക്ഷേ ഇന്ത്യയിലെ നിയമങ്ങളെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ ലോകത്തിൽ എവിടെയും വർക്ക് ചെയ്യാമെന്ന് എൻ്റെ അഭിപ്രായം. എസ്പെഷ്യലി കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് ലോകത്ത് അമേരിക്കയിലും വേണമെങ്കിൽ പോകാം, അന്റാർട്ടിക്കയിലും പോകാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രദ്ധിച്ചങ്ങ് പോയാൽ മതി. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായ ഒരു അവയർനെസ് നമ്മൾ ഉണ്ടായിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ഒരു നോളജ് പിന്നെ അക്വസിഷനുള്ള ശ്രമം നമ്മൾ ഉണ്ടായിരിക്കണം. വെറുതെ ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സസ്റ്റൈനബിലിറ്റി ഫാക്ടറിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത. ഒരു വാക്കിനൊരു കൂടുതൽ അർത്ഥം ആവശ്യമുണ്ട്, ബിസിനസ് ആർക്കിടെക്ചർ. അതെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതും കൂടെ ഒന്ന് വ്യക്തമാക്കിയിട്ട്. അത് നമ്മൾ പിന്നെ ബിസിനസ് ആർക്കിടെക്ചർ എന്ന് ഞാൻ പറയുമ്പോൾ സാധാരണ രീതിയിൽ ആരും പറയാത്ത വാക്കാണ് അത്. ശരിക്കും വെച്ചാൽ ഞാൻ മൾട്ടിപ്പിൾ പിന്നെ സെക്ടറിൽ മൾട്ടി ഡയമെൻഷനൽ ആൻഡ് മൾട്ടി ഡൈവേഴ്സിഫൈഡ് ലെവലിൽ ബിസിനസ്സുകൾ ചെയ്യാൻ ചെയ്യുന്ന സമയങ്ങളിൽ എനിക്ക് കാരണം എപ്പോഴും ഇതിൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ ബിസിനസ്സിനെ നമ്മൾ
ഡിസൈൻ ചെയ്യുന്നതാണ്. അത് തീർച്ചയായിട്ടും അത് പല രീതിയിലുള്ള ആംഗിൾ, അത് മാനേജ്മെൻറ്റ് ലെവലിൽ പറയാം, അത് മാർക്കറ്റ് ഡൈനാമിക്കിൻ്റെ ലെവലിൽ പറയാം. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് തന്നെ ശരിക്കും വെച്ചാൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഫോർ എക്സാമ്പിൾ UAE അവലംബിക്കുന്ന ബിസിനസ് മെത്തഡോളജി ഖത്തറിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ച് നമ്മൾ ഇനി ഖത്തറിൽ അവലംബിക്കുന്ന ബിസിനസ് മെത്തേഡ് നമുക്ക് ഒമാനിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല ശരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഒമാനിൽ അഡാപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് സൗദിയിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒന്നൊന്നിനൊന്ന് വ്യത്യസ്തമാണ്. കാരണം എല്ലാ രാജ്യത്തെ റൂളുകളിൽ, ഇപ്പോൾ അവിടുത്തെ ലോക്കലൈസേഷൻ റൂളുകളിൽ, അവിടുത്തെ പിന്നെ ടാക്സേഷനുകളിൽ എല്ലാത്തിലും ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിൻ്റെ എക്കോസിസ്റ്റം, ഓരോ രാജ്യത്തിൻ്റെ സൊസൈറ്റി, പിന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഹിസ്റ്ററി, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ പിന്നെ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടത്, ഇതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഏത് രീതിയിൽ നമ്മൾ അവലംബിക്കണം എന്നുള്ളതും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും. അതിനേക്കാൾ ഉപരി പറയുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും, കാരണം വെച്ചാൽ ഒരേ ബിസിനസ് തന്നെ മൾട്ടിപ്പിൾ ജോഗ്രഫിയിൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും എന്താ വെച്ചാൽ ഒരിക്കലും തന്നെ വി കൻ നോട്ട് അഡാപ്റ്റ്. ബിസിനസ് മേ ബി സെയിം ബട്ട് ദ സ്ട്രാറ്റജി മേ ബി ഡിഫറെൻറ്റ്. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, കാരണം ഞാൻ കഴിഞ്ഞൊരു 8 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. 8.5 വർഷമായി കറക്റ്റ് പറഞ്ഞാൽ. സംരംഭം തുടങ്ങി ആദ്യം കള്ളവണ്ടി കയറി ഞങ്ങളെ കാണാൻ വേണ്ടി ഷോപ്രീസിൽ വരുന്ന കാലഘട്ടം തൊട്ടുള്ള ഒരു പരിചയമാണ്. അന്ന് തൊട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒന്നെങ്കിൽ ഒരു ജാസ് വണ്ടിയിൽ വന്നിറങ്ങും, അല്ലെങ്കിൽ ഒരു മാരുതിയുടെ വണ്ടിയിൽ. ഞങ്ങളുടെ സ്പാർക്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട്, അന്ന് നിങ്ങൾ ഏത് വണ്ടിയിലായിരുന്നു? സൈക്കിളിലായിരുന്നു? ഇന്ന് ഏതിലാണ്? പോർഷയിലാണ് അല്ലെങ്കിൽ റോൾസ് റോയ്സിലാണ്? പക്ഷേ നിങ്ങളെ ഞാൻ കണ്ടേക്കണം എപ്പോഴും ജാസിലോ മാരുതിയിലോ ഇങ്ങനെ ഭയങ്കര ചെറിയ വണ്ടിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ റീഡിൽ ഏറ്റവും കൂടുതൽ ഹിറ്റാവുന്ന ഒരു സാധനമാണ് റോൾസ് റോയ്സിൽ വന്നിറങ്ങുന്നു എന്നൊക്കെ പറയുന്നത്. എന്താ ഇതിനോടൊന്നും ഒരു കമ്പമില്ലാത്തത്? അല്ല, ഞാനൊരു സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ ആളാണ്. ഓഫ് കോഴ്സ് ബിസിനസ്സിൽ ചില സ്ഥലത്ത് അത് പറ്റില്ലായിരിക്കും, പക്ഷേ എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പം ശരിക്കും അതെന്താ തോട്ട് പ്രോസസ്സ് എന്താ വെച്ചാൽ, ശരിക്കും 2 കാര്യങ്ങൾ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നവർ, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നവർ. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇൻടാഞ്ചിബിളിനാണ് ഏറ്റവും പ്രയോറിറ്റി. അത് ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ ഒരു കാറാവാം, അത് ടാഞ്ചിബിൾ സാധനമാണ്. അതേസമയം ടാഞ്ചിബിൾ വേണമെങ്കിൽ ഒരു പിന്നെ ഏതൊരു ലക്ഷറി ഒരു ഉൽപ്പന്നമാവാം, അതൊരു പ്രോഡക്റ്റാണ് ശരിക്കും. ഇപ്പം നമ്മളെ കയ്യിൽ ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈൽ ടാഞ്ചിബിളാണ് ശരിക്കും. ഇനി കാശാണ് കയ്യിലുണ്ടെങ്കിൽ അതൊരു ടാഞ്ചിബിളാണ്, ആർക്കും വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം. അത് ആർക്കും ഇപ്പോൾ മൊബൈൽ എൻ്റെ അടുത്ത് ഒരാൾക്ക് തട്ടിപ്പറിക്കാം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മോർ ദാൻ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ബേസ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എക്സാമ്പിൾ നോളജ് ഒരു ഇൻടാഞ്ചിബിളാണ്, നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും, വേറെ ആൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ എക്സ്പീരിയൻസ് വേറെ ആൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ശരിയല്ലേ? ഇനി തിരിച്ച് കറേജ് വേറെ ആൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, കോൺഫിഡൻസ് വേറെ ആൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. So there is lot of things we need to add in our personality, add in our പിന്നെ ലൈഫ് എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, എനിക്ക് ഒരു കാറ് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് പിന്നെ പൈസ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങാം. എനിക്കൊരു കോൺഫിഡൻസ് എടുത്ത് വാങ്ങാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒരു നോളജ് എനിക്ക് വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി പറ്റുമോ? ഒരു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദ പ്രയോറിറ്റി എന്തിലാണെന്നുള്ളതാണ്. അപ്പോൾ ഐ ആം ഓൾവേസ് ലേണിംഗ്. ആക്ച്വലി എൻ്റെ കമ്പനീൻ്റെ പേര് ABC ആണ്. ഇറ്റ് ഈസ് സ്റ്റാർട്ട് വിത്ത് ആൻ ആൽഫബറ്റാണ്. സോ എൻ്റെ പിന്നെ കരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രവാചകനെ ആദ്യമായിട്ട് നമ്മൾ ജിബ്രായിൽ അലൈഹിസ്സലാം കാണുമ്പോൾ അലിഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ വായിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എത്തിക്കൽ പ്രാക്ടീസസിന് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? വാല്യൂ സിസ്റ്റംസിനെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? റിലയബിലിറ്റിയെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? അപ്പോൾ മൂല്യാധിഷ്ഠിതമായിട്ട് എങ്ങനെ നമ്മൾ ആകുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വ്യക്തിത്വത്തെ എൻഹാൻസ് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓഫ് കോഴ്സ് ചില സ്ഥലത്ത് ആവശ്യമാവാം, പക്ഷെ എല്ലാ സ്ഥലത്തും അത് അപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് മുഹമ്മദ് മദനി 74 കമ്പനിയായി അത് 100 ആയിരിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? എന്താണ് ഫ്യൂച്ചർ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ സാധാരണ രീതിയിൽ അത് പലപ്പോഴും ഒരു ഗുഡ് ക്വസ്റ്റ്യനാണ്. പലപ്പോഴും ഇങ്ങനെ ബിസിനസ് ചെയ്യുമ്പം എൻ്റെ അടുത്ത് എൻ്റെ ഫാദറിനെ ചോദിക്കും, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആവശ്യത്തിനായാലും പക്ഷേ അത് ഇതൊരു പാഷനും ഇതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ്. നമുക്കൊരു ചെയ്യുന്ന തൊഴിൽ വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് ശരിക്കും. വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലിയോട് നമുക്കുണ്ടാകുന്ന പൂർണ്ണമായ ഉത്തരവാദിത്വ ബോധം, അതേപോലെ തന്നെ പ്രതിബദ്ധത, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അത് പിന്നീട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക്
പല സമയങ്ങളിലും നമുക്കുണ്ടാകുന്ന ഒരു എക്സാമ്പിൾ ഒരു 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 ഓണ്ടർപ്രിനറൽ എക്കോ സിസ്റ്റത്തിൻ്റെ ഒരു ഷോർട്ട് ഫാൾ നമുക്ക് മലയാളികൾക്ക് ഉണ്ട് ശരിക്കും. ഇൻഡിവിജ്വലി കുറേ വലിയ വലിയ കമ്പനീസും വലിയ ബ്രാൻഡ്സൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു സോഷ്യൽ പിന്നെ മൈൻഡ് സെറ്റിലൂടെ ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓണ്ടർപ്രിനറൽ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതെന്തുകൊണ്ട് വെച്ചാൽ കുറേ കമ്പനികളും കുറേ ലീഡേഴ്സിനെയും കുറേ ബിസിനസ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് എന്ന സമയത്ത് ഞാനൊരു സോഷ്യൽ ആൻഡ് സീരിയൽ ഓണ്ടർപ്രിനർഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത്. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിപ്പോൾ നമുക്ക് വാറൻ ബഫറ്റ് പിന്നെ അമേരിക്കയിൽ എത്രയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി എൻ്റർപ്രൈസസ് ലാർജസ്റ്റ് കമ്പനീസ് US എക്കണോമിയിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് വളരെ അധികമാണ് ശരിക്കും. ബ്ലാക്ക് സ്റ്റോൺ പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസാണ് ആപ്പിളും മൈക്രോസോഫ്റ്റും പോലത്തെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ടെസ്ല പോലും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് ബാക്ക് ബോൺ ആരാണ്? അപ്പോൾ നമ്മൾ അമേരിക്കയിലെ ഇങ്ങനെയുള്ള ഫേംസാണ്. ശരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് മലയാളികൾക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല ശരിക്കും. നമുക്കൊരു വാറൻ ബഫറ്റിൻ്റെ ബെർക്ഷിയർ ഹാത്വേ പോലത്തെ കമ്പനി ഇന്ത്യയിൽ ലഭ്യമാകുക എന്ന് പറയുന്നത് പിന്നെ അത്ര ഇതല്ല. ഈവൻ നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു എക്കോ സിസ്റ്റം നമുക്കുണ്ടോ ശരിക്കും? ഈ ബ്ലാക്ക് സ്റ്റോൺ പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ധാരാളം പിന്നെ SMEs കണ്ടമാനം വലിയ രീതിയിലൊക്കെ ഇത് ചെയ്ത് പോകും. നമ്മളിപ്പോഴും ഇവിടുന്ന് SMEs ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിദേശ ഫണ്ടിനെ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരുന്നു. നമ്മൾ എപ്പോഴും അപ്പോൾ ഇപ്പോഴും പിന്നെ ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മളെപ്പോൾ നോക്കുമ്പോഴും പിന്നെ വാർക്കർ പിൻകസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഇവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഹെൽത്ത് കെയർ സെക്ടറിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഏറ്റെടുക്കലുകളാണ് ഈവൻ ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിദേശ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഒരു സോഷ്യോ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്ത് അത് ഗവൺമെൻറ്റിനും ഉത്തരവാദിയാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ ഒരു പിന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ലെവലിലുള്ള വെഞ്ചർ ക്യാപിറ്റൽ ലെവലിലുള്ള ഒരു കമ്പനി എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഒരു വെൽത്ത് മാനേജ്മെൻറ്റും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓണ്ടർപ്രിനറൽ എക്കോ സിസ്റ്റം ഉണ്ടാക്കേണ്ട രീതിയിലേക്ക് എങ്ങനെ ആയി വരാം എന്നൊക്കെയുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് ഞാൻ ഉള്ളത്. പക്ഷേ ഇതൊരു സ്വപ്നമായിരിക്കാം, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ എല്ലാ ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒഫീഷ്യലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പൂളാവുകയാണ്. കാരണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എസ്പെഷ്യലി മലയാളികൾക്ക് ആവശ്യമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇപ്പോൾ ഓഫ്കോഴ്സ് ഇപ്പോൾ പിന്നെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ കാരണം ധാരാളം നല്ല കഴിവുള്ള പ്രാപ്തിയുള്ള പിന്നെ സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ പലപ്പോഴും അവരൊക്കെ തന്നെ എപ്പോഴും നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പിന്നെ ബാങ്കുകളെ ആശ്രയിച്ചിട്ടില്ല സാഹചര്യങ്ങൾ, ശരിക്കും ബിസിനസ്സിനെ ബിൽഡ് ചെയ്യുന്ന രീതിയിലെത്താൻ പലരും പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ നല്ല സംരംഭങ്ങൾക്ക് പോലും ഉണ്ട് ശരിക്കും ഒരുപാട് പേർക്ക്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിലും ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റിയും ഇങ്ങനെയുള്ള പിന്നെ ROC കംപ്ലയൻസുകളും ഇങ്ങനെയുള്ള ഓഡിറ്റ് കംപ്ലയൻസുകളും പോലുള്ള കാര്യങ്ങളൊക്കെ ധാരണയില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് എക്കണോമിയെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പിന്നെ എങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ 74 എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നാമോ നാളെ 100 ആവാം, നാളെ അപ്പോൾ ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ പിന്നെ ആ രൂപത്തിലുള്ള ഒരു പ്രശ്നം വരുന്ന വെച്ചാൽ അത്രയധികം കമ്പനി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നതാണ് എളുപ്പം, അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫിൻടെക് കമ്പനികൾ SMEസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫിൻടെക് ലെവലിലുള്ള ഒരു ഓർഗനൈസ്ഡ് മെത്തേഡിലുള്ള എങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരു കൊച്ചു ബ്ലാക്ക് സ്റ്റോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെയാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്. അന്തിമമായി ക്യാപിറ്റലാണ് എവരിത്തിങ്. മനസ്സിലായി. ക്യാപിറ്റൽ മേക്സ് പിന്നെ പീപ്പിൾ ലൈഫ് ഈസി. We can make more companies, we can generate more employment, we can generate more taxes, we can generate പിന്നെ entrepreneurship. അപ്പോൾ ആ ഒരു എൻ്റർപ്രിനറൽ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ എന്താ വേണ്ടിയതാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിലൂടെ എനിക്ക് തോന്നുന്നത്. അതാണ് ഫ്യൂച്ചറായിട്ട് കാണുന്നത്, ഞാൻ കാണുന്നത്. അതാണ് വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. അത് ഞാനീ പറയുന്നത് ചില സമയം എനിക്ക് പറ്റിയില്ലെങ്കിലും ഇത് കേൾക്കുന്ന ഏതെങ്കിലും വലിയ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനെ വെൽക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അല്ല, ഞാൻ എപ്പോഴും അതിനേക്കാൾ ഒരു ക്വാളിറ്റി ആയിട്ട് പറയും. കാരണം ഞാൻ ആദ്യമായിട്ട് ഷോപ്രിസിലേക്ക് വരുമ്പോൾ വളരെ സാധാരണക്കാരനായിട്ടാണ് കടന്നു വരുന്നത്. പക്ഷേ എന്നെ ഒരു ബിഗിനർ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ബിഗിനർ ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പരിഗണിക്കാതെ ഷോപ്രിക്സ് മുഴുവൻ നടന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ക്യാഷ് എണ്ണിക്കൊണ്ടിരിക്കുക. ഞാൻ വെച്ചാൽ ഇതിന്നൊരു നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിന്നൊരു 25,000 രൂപ പരസ്യം മേടിക്കുക എന്നുള്ളതാണ്. വേറെ ഭീകരമായ ആവശ്യങ്ങളൊന്നുമില്ല, പക്ഷെ എല്ലാം കാണിച്ചു വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു
വിഷണറി ആയിട്ടുള്ളൊരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. സ്പാർക്ക് തുടങ്ങിയ സമയത്ത് സ്പാർക്കിന് ചാനലായിട്ടില്ല. ഞാൻ ഇക്കാനെ വിളിക്കുമ്പോൾ ഇക്കയ്ക്ക് സംരംഭം മാത്രമേ അറിയുള്ളൂ. സംരംഭത്തിന് വേണ്ടിയിട്ട് എന്തോ പരിപാടിയെന്നും പറഞ്ഞു വരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ സ്പാർക്ക് ചാനൽ ചെയ്യുന്നത്. അന്ന് ഇക്കയ്ക്ക് 600 കോടിയാണ് ടേൺ ഓവർ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നിക്ക 2000 കോടിക്ക് മുകളിൽ ടേൺ ഓവറായി. അന്നത്തെ നിന്ന് ഒരുപാട് കമ്പനികൾ സൃഷ്ടിച്ചു, ഒരുപാട് അധികം രാജ്യങ്ങളിലേക്ക് വളർന്നു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് തന്നെ മാറുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംരംഭത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രിവിലേജും കൂടി ഉണ്ട്. ഒരുപാട് കാലം സംരംഭത്തിൻ്റെ പാറ്റേൺ ആയിരുന്നു ഞങ്ങളുടെ മുന്നോട്ട് പോകുന്നതിൽ. ഒരുപാട് എനിക്ക് അറിയാവുന്ന ഒരുപാട് കമ്പനികളെ പേഴ്സണലൈസ്ഡായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ താങ്കളിൽ നിന്ന് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരിക്കാൻ ഒരുപാട് പേർക്ക് ഹെൽപ്പ് കിട്ടുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. മുഹമ്മദ് മദനി എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഗ്ലോബലി ഒരു ബ്രാൻഡ് വളർത്തേണ്ടതെന്നുള്ളതാണ്. 74 കമ്പനികൾ ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല. ഒരുപാട് കാലത്തെ അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒരുപാട് റിസർച്ചുകളുടെയും ഫലമാണ്. ഇനിയും അദ്ദേഹം മുന്നോട്ട് പോകും, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കും. കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരും. മുഹമ്മദ് മദനിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാനെൻ്റെ പാർട്ണർ അന്നയുണ്ട്, ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. എൻ്റെ സംരംഭം എന്ന പേരിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളെടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവും അതുപോലെ തന്നെ നിങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രയത്നത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പം നമ്മളെ ഈ കൊച്ചു മലയാളികളുടെ നാട് ഒരുപാട് സംരംഭകരുടെ ഒരു പ്രതീക്ഷയായിട്ട് മാറട്ടെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.